എല്ലാവർക്കും നമസ്കാരം. വൺ ഓഫ് ദ ടോപ്പ് ഫെസ്റ്റിവലാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. കേരളത്തിന് മാത്രമല്ല, ഇന്ത്യയിലായാലും വേൾഡിലായാലും 36 മണിക്കൂർ ലോങ് നിൽക്കുന്ന വലിയൊരു ഫെസ്റ്റിവലാണ്. ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂർ പൂരത്തെ പറ്റി ഒരുപാട് എന്താ പറയുക, തെറ്റായ ഒരു ധാരണ എനിക്കുണ്ടായിരുന്നു. ഒന്നാമതെന്ന് വെച്ചാൽ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ഗുരുവായൂർ അമ്പലമായിട്ട് ബന്ധപ്പെട്ടെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഇത്രയും കാലം. കാരണം തേക്കിൻകാട് മൈതാനത്ത് ഞാൻ പോയിട്ടുണ്ട്. അന്നൊക്കെ പലരും പറയും ഇവിടെയാണ് തൃശ്ശൂർ പൂരം നടക്കുന്നത്. പക്ഷെ ഞാൻ വിശ്വസിച്ചില്ല. കാരണം നമ്മൾ ടി വിയിൽ കാണുന്ന ഒരു വലിയ സ്ക്രീനിൽ 2 ദേവസ്വത്തിന്റെ ആനകളും അപ്പുറം ഇപ്പുറവും നിന്നിട്ട് ഉള്ള ആൾക്കാർ നിൽക്കുന്ന സീൻ നമ്മൾ കാണാറുണ്ട്. അപ്പം അത് അവിടെ അത്രയും പേരെ ഉൾക്കൊള്ളാനുള്ളൊരു സ്ഥലം ഇല്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷേ അങ്ങനെയല്ല, തേക്കിൻകാട് മൈതാനത്താണ് ശരിക്കും നടക്കുന്നത്. രണ്ടാമത്തെ കാര്യം, തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ഗുരുവായൂരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് രണ്ട് സ്ഥലത്താണ്. തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് വടക്കുന്നാഥ ടെമ്പിളിൽ നടക്കുന്ന ഒരു ഫെസ്റ്റിവലാണ്. അവരുടെ അമ്പലത്തിന്റെ ടെമ്പിൾ ഫെസ്റ്റിന്റെ ലാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഫെസ്റ്റിവലായിട്ടാണ് വരുന്നത്. 36 മണിക്കൂർ ലോങ് ആയിട്ടുള്ള എല്ലാ ഫേമസ് ആയ ആനകളൊക്കെ വരുന്ന 2 ദേവസ്വമുണ്ട്. പാറമേക്കാവ് ദേവസ്വവും തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം തമ്മിലുള്ള ഒരു വലിയൊരു ഫൈറ്റാണ് ശരിക്കും പറഞ്ഞ ഈ പൂരത്തിന്റെ ഏറ്റവും വലിയൊരു ഭംഗി എന്ന് പറയുന്നത്. അത് ആസ്വദിക്കാനാണ് ആൾക്കാർ അവിടെ കുടമാറ്റത്തിനും അതിനുശേഷം ഏർലി മോർണിംഗിൽ വരുന്ന ഫയർ വർക്കിനും വെടിക്കെട്ടും കാണാൻ ആൾക്കാർ നിൽക്കുന്നത്. സോ ഇതൊക്കെ ഞാൻ ശരിക്കും മനസ്സിലാക്കിയത് അവിടെ പോയി ഇത് കാണുന്ന സമയത്താണ്. അതുവരെ എൻ്റെയും ഒരുപാട് മിസ്കൺസെപ്ഷൻ ഉണ്ടായിരുന്നു ഇതിനെ പറ്റിയിട്ട്. എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് ഇത് നേരിട്ട് പോയി കാണാത്ത ആൾക്കാരെ സംബന്ധിച്ചോളം ഒരുപാട് ഇതിനെപ്പറ്റി ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കും. ശരിക്കും ഞാൻ ഈ തൃശ്ശൂർ പൂരം കാണാൻ ഏകദേശം 4-5 മാസം മുന്നേ പ്ലാൻ ചെയ്ത് വെച്ചേക്കുമായിരുന്നു. കാരണം DRP പോസ്റ്റിംഗ് കഴിഞ്ഞ ശേഷം മെയ് 1 ഹോളിഡേ ആണ്. മെയ് 1 അത് തേഴ്സ്ഡേ ആണ്. അത് കഴിഞ്ഞ് പിന്നെ 2 ദിവസം CL എടുത്തു കഴിഞ്ഞാൽ സൺഡേ ആവും. പിന്നെ സൺഡേ കഴിഞ്ഞ് പിന്നെ 2 ദിവസം CL എടുത്തു കഴിഞ്ഞാൽ പൂരവും. അപ്പോൾ 4 CL പോയി കഴിഞ്ഞാൽ എനിക്ക് പൂരവും കാണാം, തൃശ്ശൂർ പോയി നിൽക്കുകയും ചെയ്യാവുന്നൊരു പ്ലാനായിരുന്നു. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച കണക്ക് തന്നെ ആദ്യത്തെ 2 CL എടുത്തു. പക്ഷേ ഡ്യൂട്ടി ലിസ്റ്റ് ഇട്ട സമയത്ത് എനിക്ക് 7-ാം തീയതി ഡ്യൂട്ടിയാണ്. എനിക്ക് ഒരു പ്രത്യേക സാഹചര്യം അനുസരിച്ചിട്ട് എനിക്ക് ഡ്യൂട്ടി ഒന്നും അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ആ ഒരു പ്രശ്നം കാരണം വേറെ ആരും ഹെൽപ്പ് ചെയ്യത്തില്ല. അപ്പം ആ ഒരു സാഹചര്യം കാരണം 7-ാം തീയതി എനിക്ക് ഡ്യൂട്ടി എടുത്തേ പറ്റൂ. അപ്പം പിന്നെ 6-ാം തീയതി പൂരവും കണ്ടിട്ട് രാവിലെ വെടിക്കെട്ടും കണ്ട് പോവാന്നുള്ള പ്ലാൻ നടക്കത്തില്ല. കാരണം ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് ഞാൻ കാറിലാണ് പോണത്. അപ്പോഴത്തേക്ക് ഏകദേശം ഒരു 8-9 മണിക്കൂറിൻ്റെ ഡ്രൈവ് വരും. നല്ല ബ്ലോക്കാണ്. ഇപ്പം പഴയടക്കല്ല, NH66 പരിപാടി നടക്കുന്നതുകൊണ്ടായിരിക്കാം. ഇപ്പം MC റോഡാണെങ്കിലും NH-ന്റെ ആ പാർട്ട് വഴി പോയാലും മിനിമം 7 to 8-9 hours എടുക്കും. ഈവൻ ഞാൻ ഇന്ന് വന്ന സമയത്ത് തന്നെ കൊട്ടാരക്കര ജംഗ്ഷനിൽ തന്നെ ഏകദേശം ഒരു 1/2 മണിക്കൂർ ബ്ലോക്കിൽ കിടക്കേണ്ടി വന്നു. അപ്പം ഒരു വൈകുന്നേരം ഇപ്പം രാവിലെ ഇപ്പം എല്ലാ പൂരവും കണ്ടിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയാലും ഏകദേശം 2-3 മണിയാവും തിരുവനന്തപുരത്ത് എത്താൻ വേണ്ടി തൃശ്ശൂരിൽ നിന്ന്. അത്രയ്ക്ക് ദൂരമുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന കണക്ക് ഒരു നമ്മുടെ ഗൂഗിൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 4-5 മണിക്കൂറിന് കാണിക്കുന്നത് ശരിക്കും അത്രയല്ല. ഒരു 7 മണിക്കൂറിനടുത്ത് 7-8 മണിക്കൂറിനടുത്ത് വരും. ബ്ലോക്ക് അനുസരിച്ചിരിക്കും. കൊച്ചി ബ്ലോക്കുണ്ട്, നല്ല ബ്ലോക്കുണ്ട് കൊച്ചി ആ ഭാഗത്ത്. തൃശ്ശൂർ കഴിഞ്ഞ് കൊച്ചി കയറി വരുന്ന സമയത്ത് വരെ നല്ല ബ്ലോക്കാണ് അത്യാവശ്യം. ഇന്ന് രാവിലെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി എത്തുന്ന സമയത്ത് നല്ല ലേറ്റ് ആവും നമ്മൾ. അപ്പം ആ ഒരു കാര്യം കൊണ്ട് 6-ാം തീയതി ഉള്ള പൂരം എനിക്ക് കാണാൻ പറ്റിയില്ല. ഇന്നലെ തന്നെ എനിക്ക് വരേണ്ടി വന്നു. അപ്പം ഒന്നും പറയാനില്ല, അത്രയേ ഉള്ളൂ പറയാൻ. എല്ലാ പൂരപ്രേമികളും പൂരം കാണുന്നവരും ആശംസകൾ മാത്രം. ദാറ്റ്സ് ഇറ്റ്.